ഹായ് ഹലോ നമസ്തേ, വെൽക്കം ബാക്ക് ടു GKM വേൾഡ്. ഇന്ന് കർക്കിടകം 1-ാം തീയതിയാണ്. പക്ഷെ കർക്കിടകം 1-ാം തീയതി അമ്പലത്തേക്ക് പോകുന്നതിന് പകരം ഇപ്പോൾ കിട്ടിയിട്ടുള്ള പണിയാണ്. ട്യൂഷൻ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് ട്യൂഷനിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനെ വെള്ളം നല്ല പോലെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്, ഒടുക്കത്തെ മഴയാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പച്ച ഷീറ്റൊക്കെ ഇങ്ങനെ ഇട്ടിരുന്നു. പക്ഷേ ഈ പച്ച ഷീറ്റ് എന്നൊക്കെ പറയുന്നത് ഇതൊരു നെറ്റ് പോലെയാണ്. അത്ര വലിയ ക്വാളിറ്റിയുള്ള സംഭവമൊന്നുമല്ല. ഇതൊക്കെ എന്നാലും അത്യാവശ്യം കുറച്ച് നാളുകളോളം നിന്നിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാറ്റിങ്ങനെ പിടിച്ച് ഇങ്ങനെ കീറി. ഇനിയിപ്പോൾ ഇതൊന്നും മാറ്റണം, അല്ലെങ്കിൽ ഇതിലൂടെയൊക്കെയാണ് ഇപ്പോൾ വെള്ളം ഈ തൂവാലടിച്ചിട്ടാണ് വെള്ളം ഭൂരിഭാഗം ഇവിടേക്ക് എത്തുന്നത്. പിന്നെ ഈ സ്റ്റെപ്പിൽ നിന്ന് കുറച്ചിങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ആ ഇറങ്ങിയ വെള്ളമൊക്കെയാണ് ഇവിടേക്ക് ഇപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഇന്ന് മാറ്റുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ കർക്കിടകം 1-ാം തീയതി ആയിട്ട് അമ്പലത്തേക്ക് പോകുന്നതിന് പകരം ആദ്യം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ദൗത്യമാണ് ഈ വെള്ളം ഈ ബക്കറ്റും തുണിയൊക്കെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് കളയണം. ഇവിടുത്തെ ഈ നാളികേരൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്ന ആ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ വെള്ളമായിട്ടുണ്ട്. അപ്പോൾ നാളികേരൊക്കെ ഒരു പക്ഷേ നാളികേരം ആയതുകൊണ്ട് ഇതിപ്പോൾ ഓൾറെഡി ഉണങ്ങിയ നാളികേരമായിരുന്നു. ഇതിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒരു പൂപ്പലൊക്കെ പിടിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ടിട്ട് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ വെൽക്കം അഗെയിൻ ടു ദ നെക്സ്റ്റ് വ്ലോഗ്. പിന്നെ ഇനിയിപ്പോൾ രാവിലെ അമ്പലത്തേക്ക് കൊണ്ട് നടക്കില്ല. ഞാൻ കുറേയൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ് വടക്കുന്നാഥനിൽ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ കൊല്ലൊരു വ്ലോഗ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വടക്കുന്നാഥിൽ ആനയൂട്ടി. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവമാണ്. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ തന്നെ തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ ആ ഒരു ചുറ്റമ്പലത്തിനോട് ചേർന്നിട്ട് നടക്കുന്ന ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ആനയൂട്ട് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 70 ആനയോളം ഇപ്രാവശ്യമുണ്ട്. കാലാവസ്ഥയൊക്കെ വളരെ ഇതാണ്, കർക്കിടകം ദുർഘടം എന്ന് പറയുന്ന പോലെ. പക്ഷേ കർക്കിടകത്തിന് മുൻപ് തന്നെ 2-3 ദിവസമൊക്കെ ഭയങ്കരമായിട്ടുള്ള മഴയാണ് തൃശ്ശൂരിൽ നിന്നല്ല, കുറച്ച് ജില്ലകളിലൊക്കെ ഇതേപോലെ നല്ല മഴയാണ്. കാറ്റാണ് അതിലും വലിയൊരു ഇതെന്ന് പറയുന്നത്. വളരെ നല്ലൊരു ശക്തമായ കാറ്റും ഒക്കെ വീശുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും വടക്കുന്നാഥിൽ പോകാമെന്നുള്ളൊരു പ്ലാൻ ഞാൻ മാറ്റുകയാണ്. കാരണം ഇനിയിപ്പോൾ അത് നടന്നു പോകുന്നില്ല. കാരണം ഓൾറെഡി സമയം വൈകി, ട്യൂഷനൊക്കെ കഴിഞ്ഞപ്പോൾ. പിന്നെ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വടക്കുന്നാഥിൽ പോയി നടക്കില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ വൈകിട്ട് എങ്ങാനും വല്ല ചാൻസ് ഉണ്ടെങ്കിൽ പോകാമെന്നുള്ളൂ. അപ്പോഴും ഈ മഴയാണ് വലിയൊരു ഭീഷണി എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ദൗത്യം നമ്മളെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ അത്യാവശ്യമൊക്കെ അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയും മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് ക്ലീൻ ചെയ്യലിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വെറുതെ നിന്ന് അങ്ങനെ വെള്ളം കോരി ഒഴിക്കുന്നതോറും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ള പ്രതിവിധിയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കത് ചെയ്യണം. ഇനി എനിക്ക് ഒന്ന് കുളിക്കണം. കുളിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കണം. പിന്നെ ഈ സാധനങ്ങൾ മേടിക്കാൻ പോകണം. അതിപ്പോൾ ഇന്ന് കടയുണ്ടോയെന്ന് എനിക്ക് അറിയില്ല, എന്നാലും പോയി നോക്കണം. പിന്നെ അതിന് ശേഷം പകൽ സമയങ്ങളിൽ കുറച്ച് ട്യൂഷൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇന്ന് മുടക്കായതുകൊണ്ട് തന്നെ അധികം വൈകിക്കാൻ പറ്റില്ല. കാരണം വൈകുന്തോറും മഴ വല്ലാതെ കൂടും, കാറ്റും, പിള്ളേർക്കൊക്കെ വന്നു പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത്രയും പെട്ടെന്ന് തന്നെ ട്യൂഷൻ തീർത്തിട്ട് വേണം ബാക്കി വൈകിട്ട് ഇനിയിപ്പോൾ വടക്കുന്നാഥിന് പോകാനൊരു ആഗ്രഹമുണ്ട്. പറ്റുമോ എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ ട്യൂഷൻ നേരത്തെ നടത്തണം ആദ്യം തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ കുളിച്ചിട്ട് നേരെ ഭക്ഷണം. എന്താ അല്ലേ, വടക്കുന്നാഥിൽ പോയി നേരിട്ട് കാണുന്ന സാധനം ഇന്ന് TV-യിൽ കണ്ട ഗതികേടായി. പിന്നെ ഇതാണ് നമ്മുടെ ശീബോധി എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് പറയാമെന്നുള്ളത് എനിക്കറിയില്ല. ഇത് കാണുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. നമ്മുടെ വീട്ടിലൊക്കെ മുക്കുറ്റി പ്രാവശ്യം കുറവാണ്. ഈ മുക്കുറ്റി വെച്ചിട്ട് വേണം നമുക്ക് മുക്കുറ്റി ചാന്ത് ഉണ്ടാക്കാനായിട്ട്, എന്നിട്ട് വേണം അത് തൊടാനായിട്ട്. ഇവിടെ മുക്കുറ്റിയൊക്കെ ഇഷ്ടം പോലെ നിൽക്കാറുള്ളതാണ്. പക്ഷേ മുക്കുറ്റി ഒന്നും ഇപ്പോൾ നമുക്കിവിടെ ഒന്നാമത് ടൈലിട്ടു. അപ്പോൾ അതുപോലെ ഇവിടെ ഈ മുറ്റമായിരുന്നപ്പോൾ, അതായത് മണ്ണായിരുന്നപ്പോൾ ഇഷ്ടംപോലെ മുക്കുറ്റികളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്കിത് ചാന്താക്കണം. ഇനി സംഭവം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. ഇത് ഓൾറെഡി ചെയ്യുമ്പോൾ ചെറിയൊരു നീരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഉരുട്ടി ഉണ്ടയാകുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ചാന്ത് ഇതിൻ്റെ നീരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ പരിപാടി. ഇങ്ങനെ ഉരുട്ടി ചെറിയൊരു നീരൊക്കെയാണ് നമുക്ക് കിട്ടാൻ ചാൻസ്. നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊക്കെ ഓക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടി ഇതാണ് നമുക്ക് വേണ്ടത് ഗൈസ്. പലഹാരങ്ങളിൽ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ലാത്ത ഒന്നാണ് ഇഡ്ഡലി. നല്ല മഴയുണ്ട്. മഴയത്താണ് നമ്മളിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ട്യൂഷനാണ് നിൽക്കുന്നത്. അടി ഇടിച്ചിരിക്കുന്ന ആള്
മതി മതി വാ. ഇനി അടുത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തിരിച്ചാൽ മതി. ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്താ? remains of monuments, inscriptions and tools are found. എന്തൊക്കെ ഉണ്ടാവുക പഴയ സാധനങ്ങളിൽ? എന്തൊക്കെയാ നമ്മളിപ്പോ ഈ ആർക്കിയോളജിയിൽ നമ്മൾ സൂക്ഷിക്കുന്നത്? പിന്നെ ശരി, ഇൻസ്ക്രിപ്ഷൻസ് പറഞ്ഞാൽ എന്താ? Writings which are written on hard surface metal. അങ്ങനെ ഇവിടുത്തെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് നല്ല വിശപ്പ്. പുറത്തു നിന്ന് കഴിക്കാനായിട്ട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് വീട്ടിൽ ചെന്ന് ഉണ്ടാക്കാനായിട്ട് കുറച്ച് മഷ്റൂം വാങ്ങിക്കാമെന്ന് വെച്ചു. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ 2 ക്യാപ്സിക്കം വാങ്ങിച്ചു. ക്യാപ്സിക്കം വാങ്ങിച്ചതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും കറിയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പനീർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബട്ടർ വാങ്ങിച്ചു. അങ്ങനെ നേരെ അടുത്ത ട്യൂഷനായിട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് നമ്മളൊരു ചെറിയ ചായ കുടിക്കാനുള്ളൊരു ആഗ്രഹം. അങ്ങനെ തൃശ്ശൂർ ഒളരിയിലുള്ള റോഡ് സൈഡിനോട് ചേർന്നിട്ട് കടയുടെ പേര് നോക്കാൻ മറന്നുപോയി. പക്ഷെ ചെറിയൊരു ബുക്ക് സ്റ്റോൾ വിത്ത് ടീ സ്റ്റോളാണ്. അങ്ങനെ നമുക്കിവിടെ ബുക്സൊക്കെ ഇരുന്ന് വായിക്കാൻ പറ്റും, മേടിക്കാൻ പറ്റും. പിന്നെ വാൾ പെയിൻറ്റിങ്സ് അങ്ങനെയുള്ളതുണ്ട്. ഇപ്പോൾ റോഡ് സൈഡിനോട് ചേർന്നിട്ട് തന്നെയാണ്. ചെറിയൊരു സെറ്റപ്പാണ്. അപ്പോൾ ഇതേപോലുള്ള വാൾ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ മേടിക്കാൻ കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ചായക്കട. ഞാനൊരു മസാല ടീ ആണ് ഓർഡർ ചെയ്തത്. പക്ഷേ ചായ കുടിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ നമ്മൾ രാത്രിയിൽ ട്യൂഷനിൽ തിരികെയാണ് ഗൈസ്. ബിൻഫിൻ ആൻഡ് ബിൻവിൻ ആർ സ്റ്റഡിയിങ് ദെയർ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക്. ഇന്ന് വ്ളോഗ് ഉണ്ട്. യെസ്, എന്നും. സോ യു ബോത്ത് വിൽ ബി ദ പാർട്ട് ഓഫ് ദിസ് വ്ളോഗ് ഓൺ എവറി ഡേ. ബട്ട് ഡേ ബൈ ഡേ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റും കൂടി നമുക്കറിയണം. പരീക്ഷയിലെ മാർക്ക് കിട്ടിയിട്ട് അതും ഒരു ഇതായിട്ട് നമ്മളിടും. ശരി, നമുക്ക് തുടങ്ങാം. അപ്പൊ 3 സെയിം ഗ്രൂപ്പ് നോക്കിയാ നീ അത്? ഓക്കെ. അപ്പോൾ ഇനി അതിൽ പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി കുറച്ച് എലമെന്റുകളുടെ ഒക്കെ ആറ്റോമിക് മാസിന്റെ ബേസിൽ ആളവിടെ അറേഞ്ച്മെന്റ് ചെയ്തിരുന്നു. പിന്നെ ഒരേ സ്വഭാവക്കാരായിട്ടുള്ള എലമെന്റ്സുകളെ അറേഞ്ച് ചെയ്തിരുന്നു. പക്ഷെ ഡിമെറിറ്റ്സിൽ നമ്മൾ ആദ്യത്തെ പോയിന്റ് പറഞ്ഞിട്ടുള്ളത് ഒരേ സ്വഭാവക്കാരല്ലാത്ത എലമെന്റുകളും. അങ്ങനെ ആ ട്യൂഷനും കഴിഞ്ഞ് ഏകദേശം സമയം 9:30. അപ്പം നമ്മൾ മേടിച്ച പനീറിൻ്റെ കമ്പനിയുടെ പേര് എന്തൊക്കെയാണ്, സോഫ്റ്റ് ആൻഡ് ക്രീമി പനീർ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പനീർ കറി വീട്ടിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ അമൂലിൻ്റെ ബട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അമ്മയുടെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിത് ഇങ്ങനെ കിടന്ന് വഴറ്റുവാണ്. അപ്പോൾ ഇതിലിടുന്ന ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഒറ്റക്കൈ വെച്ചിട്ടാണ് ഈ അഭ്യാസം. അപ്പോൾ സാധാരണ ചീഞ്ചട്ടി എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇതിൽ വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ പനീർ വാങ്ങിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് ബട്ടറൊക്കെ ഒഴിച്ചിട്ടാണ് ഇത് വഴറ്റിയെടുത്തത്. ഇനി ചൂടാറിയിട്ട് നമ്മളിതുപോലെ പേസ്റ്റ് രൂപത്തേക്ക് ആക്കണം. അങ്ങനെ പേസ്റ്റ് രൂപത്തേക്ക് ആക്കിയിട്ട് വിചാരിച്ച രീതിയിലുള്ള കളറൊന്നും വന്നിട്ടില്ല. ഒരുപക്ഷെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചേർത്തതിൻ്റെ പ്രൊപ്പോർഷൻ കൊണ്ടായിരിക്കാം വന്നിട്ടില്ല. പിന്നെ വീണ്ടും കുറച്ച് ഓയിലും ബട്ടറൊക്കെ ഇട്ടിട്ട് നമ്മൾ വീട്ടിലുള്ള പശുവിൻ പാലാണ് ഇതിലേക്ക് ഒഴിക്കാൻ നിൽക്കുന്നത്. പനീറും അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ എക്സ്പെരിമെൻ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ ഇങ്ങനെ ഒരു പനീർ കറി തന്നെ വെക്കുന്നത്. എങ്ങനെയാവും എന്താവുമെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇതിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ കുറച്ച് ഉപ്പ്, അതേപോലെ തന്നെ കുറച്ച് പഞ്ചസാര, ഒരു ഇളം മധുരത്തിന് വേണ്ടി പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നന്നായി വഴറ്റിയെടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുന്ന വരെ മാത്രം മതി. അങ്ങനെ നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി ഫുഡ് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഞാനിത് കഴിച്ചിട്ട് പിന്നെ ജീവനോടെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് വ്ളോഗ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. അപ്പം നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.